Hi guys, welcome back to Half Space. France to Morocco in. Who the hell on earth is stopping France now? അപ്പോൾ ഇന്നലെ കളി തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു പ്രിവ്യൂ വീഡിയോ ഒക്കെ സെറ്റാക്കിയാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ലാപ്പ് ഡെഡായി കിടക്കുന്നു. ചാർജ് കയറുന്നില്ല. ഞാൻ എന്നാൽ പിന്നെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് ആണ് സെമ്മിൻ്റെ റിസൾട്ട് വരുന്നത്. സെമ്മിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കളി കണ്ടു. അപ്പോൾ കളീനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാൻസ് കംപ്ലീറ്റ് ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളി കണ്ടുകൊടുക്കുന്ന ഒരു ടൈമിൽ പോലും മൊറോക്കോ ഒരു ഗോൾ അടിക്കുന്നോ അല്ലെങ്കിൽ മൊറോക്കോ 2 ഗോൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു കംബാക്ക് അടിക്കുന്നുള്ള തോന്നൽ പോലും തോന്നിക്കാതെയാണ് ഫ്രാൻസ് ഈ കളി ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളിയെ പറ്റി നോക്കുകയാണെങ്കിൽ മൊറോക്കോ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു പെനാൽറ്റി വരുന്നുണ്ട്. എംബാപ്പേനെ മസറാവി ഫൗൾ ചെയ്തതിന് പെനാൽറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ എംബാപ്പേ അത് എടുക്കുകയാണ്. യാഷിൻ ബോനോ അത് സേവ് ചെയ്യുക. ഒരു പുവർ പെനാൽറ്റി ആയിരുന്നു അത് യാഷിൻ ബോനോ നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഫ്രാൻസ് നിരവധി അറ്റാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പൊസിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രാൻസും മൊറോക്കോയും ഒരേപോലെ ഉണ്ടായിരുന്നത്. അപ്പം സ്റ്റാറ്റിക്കലി നോക്കുകയാണെങ്കിൽ മൊറോക്കോന് 52 ഫ്രാൻസിന് 48 ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഫ്രാൻസ് ആ പൊസിഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്ത ചാൻസുകളും മൊറോക്കോ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. മൊറോക്കോയ്ക്ക് ആകെ കളിയിൽ ഉടനീളം ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാൻ മാത്രമാണ് പറ്റുന്നുണ്ടായത്. അപ്പോൾ ഫ്രാൻസ് ഡിഫൻസിനെ പറ്റി നമുക്ക് പറയണം. ഇവർ കളിച്ച 6 കളികളിൽ 4 ക്ലീൻ ഷീറ്റാണ്. നോർവേൻ്റെതിരെ കളിച്ച കളി നോർവേ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. 4-1 എന്ന സ്കോർ ലൈനിലാണ് ആ കളി വരുന്നത്. അതേപോലെ സെനഗലിനോടുള്ള കളി 3-1. ഈ 2 കളി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 4 കളികളിലും ക്ലീൻ ഷീറ്റ് നേടാൻ വേണ്ടി ഫ്രാൻസിന് പറ്റുന്നുണ്ട്. അത്രയും സോളിഡ് ഡിഫൻസിനോടാണ് മൊറോക്കോ കളിക്കുന്നുണ്ടായത്. 6 കളികളിൽ നിന്ന് 2 ഗോൾ മാത്രം കൺസിഡർ ചെയ്ത ഈ ടീമിനോട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മൊറോക്കോയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ സൈബാരി ഉണ്ടായത് കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് ഉണ്ടാവുമെന്ന് പറയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ പരിക്കാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൊറോക്കോയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒറ്റ ഓൺ ടാർഗറ്റ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഫ്രാൻസ് ഓൺ ദ അതർ ഹാൻഡ് പൊസിഷൻ എൻജോയ് ചെയ്തിട്ട് നിരവധി ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ 9 എണ്ണങ്ങാണ് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 22 ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നല്ല രീതിക്കാണ് ഫ്രാൻസ് കളിച്ചിട്ടുണ്ടായത്. പക്ഷേ ഒരു ടൈം വരെ 60 മിനിറ്റ് വരെ മൊറോക്കോ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹിയർ കംസ് കിലിയൻ എംബാപ്പെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 3 വേൾഡ് കപ്പായി എംബാപ്പെ കളിക്കുന്നത്. 2018, 2022, 2026. അപ്പോൾ എംബാപ്പെ വരുന്നു, എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്നു. ഇതൊരു നോർമൽ കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 20 വേൾഡ് കപ്പ് മാച്ചിൽ നിന്ന് 20 ഗോളാണ് എംബാപ്പെ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഒരു കിടിലൻ ഗോളായിരുന്നു. സാഡിയോപ്പിൻ്റെ മറവുള്ളത് കൊണ്ട് അത് യാഷിമോനെ ആ ബോൾ ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഡെംബലെ ഗോൾ ചെയ്യുന്നത്. ഡെംബലേൻ്റെ ഒരു കിടിലൻ ഗോളായിരുന്നു. അപ്പം ഫ്രാൻസ് ടീമിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നിങ്ങൾ എങ്ങനെ പോലെ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു മൊമെന്റ് ഓഫ് ബ്രില്യൻസിൽ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വൽ ക്വാളിറ്റി കൊണ്ട് ഗോൾ സ്കോർ ചെയ്ത് കീഴടക്കാൻ വേണ്ടി ഫ്രാൻസിന് പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 79 മിനിറ്റ് 77 മിനിറ്റ് അങ്ങനെ എന്തോ ആയപ്പോഴേക്ക് എംബാപ്പേനെ സബ് ചെയ്യുന്നുണ്ട്, ഡുവേനെ സബ് ചെയ്യുന്നുണ്ട്, കൂണ്ടനെ സബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളി എന്തായാലും ജയിക്കുന്നുള്ളത് ദശാംശത്തിന് ഉറപ്പായ കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറോക്കോ ഒരു രീതിയിലുള്ള ഒരു ത്രെട്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അങ്ങനെ 2-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ കളി ജയിച്ച് ഫ്രാൻസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഫ്രാൻസിന് എതിരാളിയായിട്ട് വരാൻ പോകുന്നത് ബെൽജിയം ഓർ സ്പെയിൻ. അപ്പം ഐ വിഷ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മാച്ച് നടക്കും എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ ഈ ഒരു മാച്ച് കണ്ടതാണ്. യമാൽ വേഴ്സസ് എംബാപ്പെ, ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് മാച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിനെതിരെ സ്പെയിൻ കളിക്കുമ്പം സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ടീമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളികളും ക്ലീൻ ഷീറ്റ് നേടാൻ വേണ്ടിയിട്ട് സ്പെയിനിന് പറ്റുന്നുണ്ട്. ഫസ്റ്റ് കളിയിൽ കാപ്പ് വെർദയോട് 0-0, രണ്ടാമത്തെ കളിയിൽ സൗദി ആയിട്ട് 4-0, മൂന്നാമത്തെ കളിയിൽ ഉറുഗ്വേ ആയിട്ട് 1-0, നാലാമത്തെ കളിയിൽ ഓസ്ട്രിയ ആയിട്ട് 3-0. അതേപോലെ കഴിഞ്ഞ കളിയിൽ 1-0 പോർച്ചുഗലോട് ജയിക്കാനും സ്പെയിനിന് പറ്റുന്നുണ്ട്. അപ്പം കളിച്ച 5 കളികളിൽ നിന്ന് ഒരു ഗോൾ പോലും കൺസിഡർ ചെയ്യാനാണ് സ്പെയിന് വരുന്നത്. അപ്പോൾ ഇത്രയും അറ്റാക്കിംഗ് ത്രെട്ട് വരുന്ന ഫ്രാൻസ് വേഴ്സസ് ഇത്രയും ഡിഫൻസീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്പെയിൻ, അതൊരു കിടിലൻ മാച്ചായി. അപ്പോൾ സ്പെയിനിൻ്റെ ഡിഫൻസ് മാത്രമല്ല അറ്റാക്ക് നമുക്ക് അറിയാം, അത്രയും കിടിലൻ അറ്റാക്കാണ്. അപ്പം ഗോൾ സ്കോർ ചെയ്യുന്നതിൽ അവർക്കൊരു അപാകത ഉണ്ട്. ഇപ്പം സൗദിയോട് 4 ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, ഓസ്ട്രിയയോട് 3 ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ബാക്കി കളികളിലൊക്കെ ആയിട്ട് ഒരു ഗോൾ, പിന്നെ കാപ്പ് വെർദയോട് 0-0 ഡ്രോ, ഇതൊക്കെയാണ് റിസൾട്ട്. പക്ഷേങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഈ ടൂർണമെൻറ്റ് ഏറ്റവും ബെസ്റ്റ് ടീം ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന ഉത്തരം ഫ്രാൻസ് എന്നുള്ളതാണ്. എൻ്റെ ടീം അർജന്റീനയാണ്. അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉണ്ട് താനും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അർജന്റീന കളി കാണുന്ന സമയത്ത് ഞാൻ ഒരു നെയിൽ ബൈറ്റിംഗ് എക്സ്പീരിയൻസിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഫ്രാൻസ് കംപ്ലീറ്റ്ലി ഡൊമിനേറ്റ് ചെയ്ത്, അപ്പോൾ ഒരു ഫ്രാൻസ് കളി കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഒരു ഫാനിന് ഒരിക്കലും ടെൻഷൻ ഇല്ലാത്ത രീതിയിലാണ് ഫ്രാൻസ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളി മാനേജ് ചെയ്ത് ജയിക്കാൻ വേണ്ടി ഫ്രാൻസിന് പറ്റുന്നുണ്ട്. ഓപ്പണൻസിന് ഒരു ചാൻസ് പോലും കൊടുക്കാണ്ടാണ് ഫ്രാൻസ് കളി തീർക്കുന്നത്. അപ്പം മൊറോക്കോനെ നമ്മൾ എന്തായാലും പ്രശംസിച്ചേ പറ്റൂ. അപ്പം മൊറോക്കോ ആണ് ഒറ്റ ആഫ്രിക്കൻ ടീം മാത്രമാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അവരും പുറത്തായിരിക്കുകയാണ്. മൊറോക്കോ ഡിസേർവ് ഓൾ ദ പ്രൈസ്. സോ നിങ്ങൾ ഈ കളി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ തോട്ട്സും കമൻറ്റ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.